ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു മോട്ടിഫാണ്. റണ്ണിങ് വിത്ത് വിപ്പ്ഡ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള മോട്ടിഫാണ്. മോട്ടിഫിനായിട്ട് 9 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളമുള്ള ഒരു കോട്ടൺ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ആദ്യമായിട്ട് നമുക്ക് ഡിസൈൻ വരയ്ക്കാം. കോട്ടൺ ക്ലോത്തിൻ്റെ പുറത്ത് യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് ഞാൻ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. എല്ലാ സൈഡും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി എംബ്രോയിഡറി യൂസ് ചെയ്തിട്ട് അതിന് ഫിക്സ് ചെയ്തിട്ട് തുണി നന്നായിട്ട് ടൈറ്റാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഈ ഡിസൈൻ ഫുള്ളും ചെയ്യേണ്ടതാണ്. ഞാൻ ഈ മെറൂൺ കളർ വെച്ചിട്ട് ഫ്ലവർ ഫുള്ളും റണ്ണിങ് സ്റ്റിച്ചും ഈ ലീഫൊക്കെ ഗ്രീൻ കളർ വെച്ചിട്ടുമാണ് കൊടുക്കാൻ പോകുന്നത്. മൂന്ന് നൂലാണ് എടുക്കേണ്ടത്. ഒരു സൈഡ് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചാണ് ഈ ഫ്ലവർ ഫുള്ളും ഈ ഡിസൈൻ ഫുള്ളും തന്നെ റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കാൻ പോകുന്നത്. റണ്ണിങ് സ്റ്റിച്ച് അറിയാത്തവർക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. ആ വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രം മതിയാകും. ഓക്കെ, അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിപ്പിഡാണ് ചെയ്യാൻ പോകുന്നത്. അതിന് യെല്ലോ കളർ നൂല് എടുത്തിട്ടുണ്ട്. അങ്ങനെ കോർത്തെടുക്കുന്നതാണ്. ഓരോന്നിലും തുണിയിൽ കുത്താതെ തന്നെ അങ്ങനെ കോർത്തെടുക്കുന്നതാണ് വിപ്പിഡ്.
ഈ ഡിസൈൻ മുഴുവനും ഞാൻ വിപ്പഡ് ചെയ്യാൻ പോകുന്നു. റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഒരു സ്റ്റിച്ച് ബോർഡിൽ അത് ഞാൻ ഫുള്ളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അറിയേണ്ടവർ അത് പോയി ഒന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് ഡിസൈൻ മോട്ടീഫ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നല്ല എളുപ്പമായി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ റണ്ണിങ് വിത്ത് വിപ്പഡ് ഡിസൈൻ കഴിഞ്ഞു. ഡബിൾ കളർ നൂല് കൊണ്ടാണ് തച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഡിസൈനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.